ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള PSC നടത്തിയ 10th ലെവൽ പ്രിലിമിനറിയുടെ സെക്കൻഡ് സ്റ്റേജ് 2-ൽ വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും ഉണ്ട്. 80 മുതൽ 100 വരെ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 080/2026. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ഓക്കെ, അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 - 1/2 into 1 - 1/3 into 1 - 1/4 into etc. up to 1 - 1/100. കാണുമ്പോൾ ഒത്തിരി ചെയ്യാനുള്ള പോലെ തോന്നും, ഒന്നുമില്ല. നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള അതിന് ചെയ്യാം. 1 - 1/2 ഒന്നിന്ന് എന്ത് ചെയ്യണം? അര കുറയ്ക്കണം. എത്ര കിട്ടുന്നു? അത് അര എന്ന് കിട്ടുന്നു. അരയാണ് അല്ലേ? അര അത് കൊടുത്തു. ഇനി 1 - 1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1 - 1/3 3 into 1 3 എന്ന് കിട്ടും. 3 - 1 into 1 1 എന്ന് വരും. 3 - 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 3. 3 - 1 എത്രയാണ്? 2 ആണ്. 2/3 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ എന്ത് കൊടുത്തു? 2/3 കൊടുത്തു. അടുത്തത് 1 - 1/4 എന്ന് പറഞ്ഞാൽ അത് എന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ 3/4 എന്ന് കിട്ടും അല്ലേ? ഒന്നിന്ന് കാല് കുറച്ചു, അങ്ങനെ 3/4 അങ്ങനെയും ചിന്തിക്കാം. ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 1/100. 1 - 1/100 അതെങ്ങനെ വരുമായിരിക്കും? 100 - 1 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലേ? എങ്ങനെയാണ് ഫ്രാക്ഷൻ കുറയ്ക്കുന്നതെന്നറിയാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റോസ് ചെയ്യുന്നു. 1 × 100 100 മൈനസ് 1 × 1 എത്ര കിട്ടുന്നു? 1 എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ 1 × 100 100 എന്ന് കിട്ടുന്നു. 100 - 1 എത്രയാണ്? 99/100 എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് വന്നത് എന്തായി? 99 ഡിവൈഡഡ് ബൈ 100 എന്നായി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എങ്ങനെയാണ്? 2 ക്യാൻസൽ ചെയ്തു. ഈ 3 ക്യാൻസൽ ചെയ്തു. ഇനി 4 ഇവിടെ വരുന്ന അടുത്ത നമ്പറുമായിട്ട് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഇതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പറിൽ 99ഉം ഈ 99ഉം ക്യാൻസൽ ആവും അല്ലേ? ഒരു പാറ്റേൺ നോക്കി ഇങ്ങനെയല്ലേ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ക്യാൻസൽ ആവുന്നത് കൊണ്ട് നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട് അല്ലേ? അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 1/100 ആണുള്ളത്. 1/100 കിട്ടി. ഓക്കെ, 1/100 എന്ന് കിട്ടും. ആൻസർ എന്താണ്? ഓപ്ഷൻ A 1/100 എന്ന് കിട്ടും. 81 ഓപ്ഷൻ A ആണ് 1/100. ഓക്കെ, അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 82 നോക്കിയേ. 82 എന്ന് പറയുന്നത് √x - 1 into √x + 1 ആണ്. ഇതൊരു ഇക്വേഷൻ ഫോമിലാണ് അല്ലേ? √x - 1 into √x + 1 = 3 ആയാൽ എക്സിൻ്റെ വില എന്ത്? എക്സ് വേണം കണ്ടുപിടിക്കാൻ. ഇത് നമുക്കൊരു ഇക്വേഷൻ ഫോമിലാണ്. എന്താണ് ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ, പഠിച്ചിട്ടുണ്ട്. a - b into a + b. എന്താണ് a - b into a + b എന്ന് പറഞ്ഞാൽ? a² - b² ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? a - bയും a + bയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം? a² - b² ആക്കണം. എക്കും ബിക്കും പകരം എന്താണ്? എക്ക് പകരം √x എന്നും ബിക്ക് പകരം 1 ആണുള്ളത്. അപ്പോൾ നമുക്കത് കൊടുക്കാം. എന്താ കൊടുക്കേണ്ടത്? a² - b² കൊടുക്കാം. എക്ക് പകരം എന്ത് കൊടുക്കുന്നു? √x the whole square മൈനസ് ബിക്ക് പകരം എന്താണ്? 1² അല്ലേ? അപ്പോൾ √x the whole square എന്ന് പറഞ്ഞാൽ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എക്സ് ആവുന്നു. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. x - 1 എന്ന് കിട്ടും. ഈ x - 1 എന്തിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 3ക്ക് ഈക്വൽ ആണ്. x - 1 = 3 ആണെങ്കിൽ x = എന്താവുന്നു? -1 അപ്പുറത്ത് പോകുന്നു. 3 + 1 എന്തെന്ന് കിട്ടുന്നു? 4 എന്ന് കിട്ടി. x = 4 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 82 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? എന്താ പഠിക്കേണ്ടത്? ഇതിൽ പഠിക്കാനുള്ളത് ഈ ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. ഇക്വേഷൻ പഠിക്കണം. ഓക്കെ, ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. എന്താണ്? a - b into a + b എന്ന് പറയുന്നത് a² - b². അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു 240ഉം ഉസാഗ 4 ആണ്. ഒന്നാമത്തെ സംഖ്യ 16 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ത്? അവിടെ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? LCM into HCF = രണ്ട് നമ്പേഴ്സിൻ്റെ LCMഉം HCFഉം അറിയാമെങ്കിൽ LCMഉം HCFഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുന്നതായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ AB ആയിരിക്കും, അതിൻ്റെ ഗുണനഫലമായിരിക്കും LCMഉം HCFഉം ഗുണിക്കുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ സംഖ്യ 16 തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യും? LCM എത്രയാണ്? 240 ആണ്. ഇൻറ്റു HCF എത്രയാണ്? 4 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ ഒന്നാമത്തെ സംഖ്യ 16 തന്നിട്ടുണ്ട്. അപ്പോൾ 16നെ നമ്മൾ താഴെ എഴുതുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടൂലേ? ഇത് മിക്കവാറും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്യാൻസൽ ചെയ്യാം. 4ഉം 16ഉം ക്യാൻസൽ ചെയ്തു. 4 എന്ന് കിട്ടി. 4 കൊണ്ട് 24നെ ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്തായി? 60 ആയി. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? രണ്ടാമത്തെ സംഖ്യ 60 എന്ന് കിട്ടുന്നു. 83 ഓപ്ഷൻ ബി, ഓപ്ഷൻ സി 60. ഓക്കെ, അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ.
ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. നഷ്ടത്തിലാണ് വിൽക്കുന്നത്. 20% നഷ്ടത്തിൽ വിറ്റു. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ വാങ്ങിയ വില എത്ര? നമുക്ക് ഒരു സാധനം എത്രയോ രൂപയ്ക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്തു? 20% നഷ്ടത്തിന് വിറ്റു. അപ്പോൾ ഞാൻ വാങ്ങിയ വിലയ്ക്ക് ഇവിടെ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കുന്നു. വാങ്ങിയ വിലയാണ് എക്സ്. ഇനി 20% നഷ്ടത്തിലല്ലേ വിറ്റത്? നഷ്ടത്തിലെന്ന് പറഞ്ഞാൽ 100ൻ്റെ നഷ്ടം 20% നഷ്ടം എന്ന് പറയുമ്പോൾ അത് 80 ആവും. അപ്പോൾ എക്സിൻ്റെ 80% എന്ന് പറയുന്നത് എക്സിൻ്റെ 80%. ഓക്കെ, അങ്ങനെയാണ് സാധനം ഇപ്പോൾ വിൽക്കുന്നത്. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ, അപ്പോൾ ഇപ്പോൾ വിറ്റ വിലയേക്കാൾ 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ പ്ലസ് 60 ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നേ? അത് 5% ലാഭം കിട്ടുമായിരുന്നു. 5% ലാഭം എന്ന് വെച്ചാൽ വാങ്ങിയ വില എക്സ് ആണെന്ന് നമുക്കറിയാം. ആ എക്സിൻ്റെ 5% ലാഭം എന്ന് പറയുമ്പോൾ എന്താവുന്നു? 105 ആവുന്നു. അതെന്തിന് തുല്യം? 105% തുല്യം. ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്ത് മനസ്സിലായോ? ക്വസ്റ്റ്യനിലുള്ള സാധനം ഞാൻ നമ്മുടെ മാത്തമെറ്റിക്കലി എഴുതി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഒരു സൈഡിലാക്കാം. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. ഇത് ഞാൻ ഒരു സൈഡിലാക്കുകയാണ്. എന്ത് വരും? 60 ഇവിടെ എഴുതി, 60 ഒരു സൈഡിൽ എഴുതി, ഈക്വൽ ടു എങ്ങനെയാ? എക്സ് ഇൻറ്റു 105/100 ഉണ്ട്. ഇനി എക്സ് ഇൻറ്റു 80/100 എന്നുള്ളത് എന്താവുന്നു? അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവുന്നു. മൈനസ് എക്സ് ഇൻറ്റു 80/100 എന്നാവുന്നു. ഓക്കെ, ഇനി ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? x/100 ഉണ്ട്. അത് ഞാൻ എഴുതി, x/100 അതുപോലെ എഴുതി. ഇനി ബ്രാക്കറ്റിനുള്ളിൽ ബാക്കി എന്ത് വരും? 105 മൈനസ് 80 എന്ന് വരും അല്ലേ? 105 മൈനസ് 80 എത്രയാണ്? x/100 അതുപോലെ എഴുതി. 105 മൈനസ് 80 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. ഇൻറ്റു 25 എന്ന് കിട്ടി. ഇനി 25ഉം 100ഉം ക്യാൻസൽ ചെയ്യാം, 4 എന്ന് വരും. ഇപ്പോൾ x/4 ഈക്വൽ ടു 60 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എഴുതുകയാണ് x/4 ഈക്വൽ ടു 60. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? /4 അപ്പുറത്ത് പോകും. അപ്പോൾ എന്താവുന്നു? 6 × 4 24. പിന്നുള്ള 0. എക്സ് എത്ര കിട്ടുന്നു? വാങ്ങിയ വില എക്സ് എന്ന് പറയുന്നത് 240 എന്ന് കിട്ടി. 240 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഇതാണ് ശരിക്കും ചെയ്യുന്ന മെത്തേഡ്. പല വഴികളും ഉണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ട് 0.09 പ്ലസ് റൂട്ട് 0.81 പ്ലസ് റൂട്ട് ഓഫ് 1.44 ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. റൂട്ട് 0.09 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? റൂട്ട് 0.09ൻ്റെ വാല്യൂ 0.3 എന്ന് വരും. 0.3 എന്ന് വരും അല്ലേ? 0.3യുടെ സ്ക്വയർ ആണ് 0.09. ഇവിടെ 0.8 2 സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു സ്ഥാനമേ വരുള്ളൂ. 9ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. ഒരു സ്ഥാനം കൊടുത്ത് പോയിൻറ്റും കൊടുത്തു. ഓക്കെ, പ്ലസ് ഇനി കൂട്ടാനല്ലേ 0.81. 81ൻ്റെ സ്ക്വയർ, 81ൻ്റെ റൂട്ട് എത്രയാണ്? 9 ആണ്. ഇവിടെ 0.8 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0.9 നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ ആൻസറിൽ ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുത്തു. ഇനി റൂട്ട് ഓഫ് 1.44 144ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 12 എന്ന് കിട്ടി. 12 എന്ന് കിട്ടി. ഇനി പോയിൻ്റ് കൊടുക്കണം. ഇവിടെ 0.8 2 നമ്പർ. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. 9 3 കൂട്ടിയാൽ 12 എന്ന് കിട്ടും. 12 2 14. ബാക്കിയുള്ളത് 1 കൊടുത്തു. പോയിൻ്റ് അതേ സ്ഥാനത്ത് കൊടുത്തു. 1 1 2 2.4 എന്ന് കിട്ടും. 85 ഓപ്ഷൻ എ 2.4. ഓക്കെ, അടുത്തത് 86ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ് തിരിച്ചെഴുതിയിരിക്കുന്നത്. എന്തായിരുന്നു ഇക്വേഷൻ? നേരത്തെ കണ്ട ഇക്വേഷൻ a + b × a - b ഈക്വൽ ടു a² - b². ഇവിടെ തന്നിരിക്കുന്നത് a² - b² തന്നിട്ടുണ്ട്. a² - b² തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? a + b × a - b ഫോമിൽ എഴുതാം. ഓക്കെ, നേരത്തെ കണ്ട ഇക്വേഷനാണ്. അപ്പോൾ അതെങ്ങനെ വരും? a + b × a - b എന്ന് പറഞ്ഞാൽ എക്ക് പകരം 1.25 1.25ഉം ബിക്ക് പകരം 0.75 അത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ? 1.25ൻ്റെ കൂടെ 0.75 കൂട്ടിയാൽ നമുക്ക് 2 എന്ന് കിട്ടും. കൂട്ടി നോക്കിയാൽ 2 എന്നാണ് കിട്ടുന്നത്. അതായത് 5 5 10 0 വരുന്നു. കൂട്ടി നോക്കുമ്പോൾ 2.00 എന്ന് വരും. 2 എന്ന് കിട്ടും. അതായത് 1/4 3/4 കൂട്ടിയാൽ 2 അങ്ങനെയാണ്. ഇനി കുറയ്ക്കാം. 1.25ൽ നിന്ന് 0.75 കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ എന്ത് വരുമെന്ന് ചോദിച്ചാൽ 1/4 ആണ്. 1/4 നമ്മൾ എന്ത് കുറയ്ക്കണം? 3/4 കുറയ്ക്കണം. അപ്പോൾ അരയാണ് കിട്ടുന്നത്. എങ്ങനെയെന്നുള്ളത് വേണമെങ്കിൽ കാണിച്ചു തരാം. 5 നിന്ന് 5 പോയി 0 എന്ന് വരും. 12 നിന്ന് 7 പോയി 5 എന്ന് വരും. ബാക്കി ഇവിടെ 0.50 ദാറ്റ് ഈസ് 0.5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? രണ്ടും 2 × 0.5 അല്ലേ? a + b × a - b അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. 2 × 0.5 എന്ന് പറഞ്ഞാൽ 2 × 5 10 എന്ന് കിട്ടും. ഇനി പോയിൻ്റ് കൊടുക്കാം. 1.0 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. 86 ഓപ്ഷൻ ബി 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ.
അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. 87ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 392നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗം കിട്ടും? അപ്പോൾ ഇതിലുള്ളതിൽ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്, ചെറിയ സംഖ്യ. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കാം. 392നെ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. 2 × 2 4, 9 × 2 18, ബാക്കി 1 2 6 1 7 784. ഇതൊരു പൂർണ്ണവർഗമാണോ? പൂർണ്ണവർഗമാണ്. ആരുടെ സ്ക്വയറാണ്? 28ൻ്റെ സ്ക്വയറാണ് ഏത്? 784. അപ്പോൾ എന്താണ് ആൻസർ? 2 എന്ന് കിട്ടും. 87 ഓപ്ഷൻ സി 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി അങ്ങോട്ട് ചെയ്യേണ്ട. ഏറ്റവും ചെറിയ സംഖ്യ ചെയ്തപ്പോൾ തന്നെ കിട്ടി. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ ബോർഡ് മാസ് വെച്ച് ചെയ്യാനുള്ളതാണ്. ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള 45 - 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 40 എന്ന് കിട്ടി. ഇനി 40 ÷ 2 × 4 - 2 ആണ് ചെയ്യാനുള്ളത്. 40/2 എത്ര കിട്ടുന്നു? 40/2 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 × 4 എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 - 2 എന്ന് കിട്ടും. അതെത്രയാണ്? 78 ആണ്. 88 ഓപ്ഷൻ സി 78. ഓക്കെ, അടുത്തത് നോക്കൂ. 89ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വ്യുൽക്രമമൊക്കെ എടുത്ത് ചെയ്യാനുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വ്യുൽക്രമം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞുടനെ ആൻസർ എഴുതാൻ നിൽക്കരുത്, അതിൻ്റെ വ്യുൽക്രമം എടുക്കണം. അപ്പോൾ അതെങ്ങനെ വരും? ആദ്യം നമുക്ക് താഴെയുള്ള ഇത് ചെയ്യാം. 1 + 1/2 എത്ര കിട്ടുന്നു? 1 + 1/2 എന്ന് പറഞ്ഞാൽ അത് 3/2 ആണ്. ഫ്രാക്ഷൻസ് കൂട്ടാൻ അറിയാം, ആ രീതിയിൽ 3/2 എന്ന് കിട്ടും. പിന്നെ കിടക്കുന്ന എന്താണ്? 1 - 1/3/2 എന്നാണുള്ളത്. 3/2 താഴെ ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതെന്താവും? 1 - അതുപോലെ എഴുതി. ഇതെന്താവുന്നു? 1 × 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 ആണ് അല്ലേ? ഒന്നുകൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും അത് തന്നെ കിട്ടും. അപ്പോൾ എന്തെന്നാവും? 1 - ഇതെന്താവുന്നു? 2/3 എന്ന് തന്നെ ആവുന്നു. 1 - 2/3 എന്ന് കിട്ടും. 1 - 2/3 എത്രയാണ്? 3 - 2/3 എന്ന് വരും. 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/3 എന്നാണ്. ഇനി ഈ കിട്ടിയ ആൻസറിൻ്റെ ഇതിൻ്റെ വ്യുൽക്രമം എത്ര? ഇനി ഇതിൻ്റെ വ്യുൽക്രമം എടുക്കണം. 1/3യുടെ വ്യുൽക്രമം എത്രയാണ്? 3/1. 3/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ. 20 സംഖ്യകളുടെ ശരാശരി 35 ആണ്. അപ്പോൾ ശരാശരിയുടെ ക്വസ്റ്റ്യൻ വന്നു. 20 സംഖ്യകളുടെ ശരാശരി 35 ആണെങ്കിൽ തുക എത്രയായിരിക്കും? 20 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 35 × 20 ആണ്. 35 × 2 എന്ന് പറയുന്നത് 70 വരും. അപ്പോൾ തുക എന്താവും? 700 എന്ന് കിട്ടും. 700 എന്ന് കിട്ടി. ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി. 10 സംഖ്യകളുണ്ട്, ഓരോന്നിനോടും 5 കൂട്ടി. അപ്പോൾ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടുമ്പോൾ മൊത്തത്തിൽ എത്ര കൂടുന്നു? അവിടെ 10 × 5 50 അവിടെ കൂടി അല്ലേ? ഒരു സംഖ്യയോട് മാത്രമാണ് 5 കൂട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ +5 എന്ന് എഴുതിയാൽ മതി. ഇവിടെ 10 സംഖ്യകൾ കൂടുമ്പോൾ 10 എണ്ണത്തിൽ 5 കൂടുമ്പോൾ 50 ആയി. 10 × 5 50. ഇനി അടുത്ത 10 സംഖ്യകളിൽ എന്ത് കൂടി? എന്ത് ചെയ്തു? ഓരോന്നിനോടും 3 കുറച്ചു. അപ്പോൾ ഒരെണ്ണത്തിൽ 3 കുറയുകയാണെന്നുണ്ടെങ്കിൽ -3 ചെയ്താൽ മതി. ഇവിടെ 10 എണ്ണത്തിൽ 3 കുറയുമ്പോൾ 30 കുറയും അല്ലേ? 10 × 3 30 കുറഞ്ഞു. അപ്പോൾ നോക്കാം, 50 - 30 എന്ന് പറഞ്ഞാൽ 70 ആണ്. 20ഉം 700ഉം കൂട്ടിയാൽ 720 ആണ് ഇപ്പോൾ തുക. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സംഖ്യകളുടെ എണ്ണത്തിനൊന്നും മാറ്റമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പുതിയ ശരാശരി എത്ര? ഇപ്പോൾ തുക മാറി. 720 എന്നുള്ളത് 700 എന്നുള്ളത് 720 ആയി. ഇനി എന്താണ്? പുതിയ ശരാശരി കണ്ടുപിടിക്കണം. എണ്ണം എത്രയാണ്? 20 തന്നെയാണ്. സംഖ്യകളുടെ എണ്ണത്തിൽ മാറ്റമില്ല. ഓരോന്നിനോട് സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. 720നെ 20 കൊണ്ട് ഭാഗിക്കണം. 0 0 ക്യാൻസൽ ചെയ്തു. 72/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത 91ാമത്തെ ക്വസ്റ്റ്യൻ. 91. 4 9 8 18 12 27 16 എന്ന ശ്രേണിയുടെ 21ാമത്തെ പദം എത്ര? അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിലെന്താ പ്രത്യേകത? ക്വസ്റ്റ്യനിൽ 21ാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള സംഖ്യാ ശ്രേണിയിൽ എങ്ങനെയാണ്? 4 8 12 16 അങ്ങനെയാണ് പോയത്. 4ൻ്റെ ഗുണിതങ്ങളാണ് പോയിരിക്കുന്നത്. അടുത്തത് എങ്ങനെ? 9 18 27. ഇനി നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് 21ാമത്തെ പദമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്നാം പദമാണ് എത്ര? ഒന്നാം പദം 4, രണ്ടാം പദം 9, മൂന്നാം പദം 8, നാലാം പദം 18, 5 12 അങ്ങനെ പോകും. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് 21 ഒരൊറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യ വരുന്നത് 1 3 5 വരുന്നത് ഈ 4ൻ്റെ ഈ സീരീസാണ് നമ്മൾ എടുക്കാനുള്ളത്. 4ൻ്റെ സീരീസാണ് എടുക്കാനുള്ളത് അല്ലേ? 4 8 12. അപ്പോൾ നമ്മൾ ആ സീരീസ് വേണം നോക്കാം. 4 8 12 16 ഇതിലാണ് ആര് വരുന്നത്? 21ാമത്തെ പദം വരുന്നത്. നോക്ക്, 21ാമത്തെ പദം ചോദിച്ചാൽ
അപ്പോൾ നോക്ക്, ഒന്നാമത്തെയാണ് 4, 3 8, 5 12. അപ്പോൾ 1, ഇത് 1-ാം പദം, ഇത് 3-ാം പദം, ഇത് 5-ാം പദം, ഇത് 7-ാം പദം, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ പദങ്ങളും അതിലെ എണ്ണവും ആ പൊസിഷനും ആ പദങ്ങളും തമ്മിൽ എന്താണ് കണക്ഷൻ? 1 4 3 8 അല്ലേ? 3-ാം പദം എന്ന് പറയുന്നത് 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? 4. 4ൻ്റെ ഇരട്ടിയല്ലേ 8? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാം. 3ൻ്റെ കൂടെ 1 കൂട്ടി 4 അതിൻ്റെ ഇരട്ടിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5-ാം പദം, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 6 കിട്ടും. 6 × 2 ആണ് 12. അടുത്ത 7ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 8 കിട്ടും. 8ൻ്റെ ഇരട്ടിയാണ് 16. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് 21-ാം പദമാണ്. 21ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടുന്നു? 22 എന്ന് കിട്ടുന്നു. അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 44 കിട്ടും. 44 ഓപ്ഷൻ എ. 91 ഓപ്ഷൻ എ എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 92-ാമത്തെ ക്വസ്റ്റ്യൻ. അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സംഖ്യ കൊണ്ടും ഭാഗിക്കാൻ പറ്റാത്ത, ആ സംഖ്യ കൊണ്ട് ഒന്നും കൊണ്ട് മാത്രമല്ലാതെ വേറെ ഒന്നും കൊണ്ട് ഭാഗിക്കാൻ പറ്റാത്തത് ഏതാണത്? 21. 21നെ നമുക്ക് 7ൻ്റെയും 3ൻ്റെയൊക്കെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 21 ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത്. ഓക്കെ. അടുത്ത 93-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 × 2x + 3/3 + 10 = 2 × x - 2 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ആദ്യം തന്നിരിക്കുന്നതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ക്യാൻസൽ ചെയ്യാമല്ലോ. ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ 10 ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ എന്ത് വരുന്നു? രണ്ടിടത്തുനിന്ന് ഞാൻ 2 പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ 2 പുറത്തെടുത്തു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഈ 2 പോയി. ബാക്കി എന്തുണ്ട്? 2x + 3 ഉണ്ട്. 2x + 3/3 ഉണ്ട്. ഈ 10ൽ നിന്ന് 2 പോയാൽ ബാക്കി എന്തുണ്ട്? 5 ഉണ്ട്. +5 ഉണ്ട്. = 2 × x - 2 എന്നാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനുള്ളിൽ ക്രോസ് ചെയ്ത് എഴുതുന്നു. 2x + 3യും ഇതും ചെയ്യുന്നു. 2x + 3 വരും. 2x + 3 ഇനി 5 × 3 എന്താവും? 15 ആകും. /3 = ബാക്കിയുള്ള x - 2 എഴുതി. ഇനി എന്ത് ചെയ്യാം? /3 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും. ഇനി 2x അതുപോലെ എഴുതി. 15ഉം 3ഉം 18 എന്ന് എഴുതി. 2x + 18 = ഇവിടെ വരുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3 × x - 2 എന്നാവും. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3x - 6 എന്നാവും. 3 × 2 6 എന്നായി. ഒറ്റ സ്റ്റെപ്പിന് എഴുതുകയാണ്. ഇനി എനിക്ക് x ആക്കണം. x ഒരു സൈഡിലാക്കണം. ഈ 2x സമത്തിനപ്പുറം പോകുമ്പോൾ എന്താവുന്നു? 3x - 2x എന്ന് കിട്ടി. ഇവിടെ 18 ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് -6 അപ്പുറത്ത് പോകുമ്പോൾ അത് +6 ആവുന്നു അല്ലേ? അപ്പോൾ 3x - 2x x ആണ്. x = 18ഉം 6ഉം എത്ര കിട്ടുന്നു? 18ൻ്റെ കൂടെ 6 കൂട്ടണം. എത്രയാണത്? 24 എന്ന് കിട്ടി. x 24 എന്ന് കിട്ടി. ഓക്കെ. 93 ഓപ്ഷൻ ബി എന്ന് കിട്ടും. 93 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്തത് 94-ാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ, അപ്പോൾ തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുണ്ട്. ഏതൊക്കെയാണ് ഇരട്ട സംഖ്യകൾ? എത്ര വെച്ച് കൂടി പോകുന്നു? 2 വെച്ച്. ആദ്യത്തെ സംഖ്യ x, രണ്ടാമത്തെ സംഖ്യ x + 2, മൂന്നാമത്തെ സംഖ്യ x + 4 അല്ലേ? 3 ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണ്ടേ? എല്ലാം കൂടെ കൂട്ടി. തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ, ആദ്യ സംഖ്യ x ആണ്, x-നേക്കാൾ 30 കൂടുതൽ ആണെങ്കിൽ, x-നേക്കാൾ 30 കൂടുതൽ എങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏതായിരുന്നു? x + 4 എത്ര എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ളത് കൂട്ടുന്നു. x പിന്നെ x പിന്നെ x. ഒന്നുകിൽ അത് കൂട്ടാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു ഈ എക്സും കൂടെ ഞാൻ വെട്ടുന്നു. ഇനി ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു x ഉണ്ട്, ഇവിടെയും ഒരു x ഉണ്ട്. അപ്പോൾ 2 xകൾ തമ്മിൽ കൂട്ടുമ്പോൾ x + x എത്രയാണ്? 2x എന്ന് കിട്ടി. 2x. ഇവിടെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. 2ഉം 4ഉം കൂട്ടിയാൽ 6 എന്ന് കിട്ടും. 2x + 6 = 30 എന്ന് കിട്ടി. ഇതിന്ന് x അല്ലേ കണ്ടുപിടിക്കാനുള്ളത്? +6 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. 2x = 30 - 6 എത്രയാണ്? 24 ആണ്. 2x = 24 എന്ന് കിട്ടി. x എത്രയാണ്? 24/2 12 എന്ന് കിട്ടും. x 12 ആണ്. x അല്ല നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ സംഖ്യ x + 4 ആണ്. 12 + 4 എത്ര കിട്ടുന്നു? 16 എന്ന് കിട്ടുന്നു. 94 ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അടുത്ത 95-ാമത്തെ ക്വസ്റ്റ്യൻ. 2ഉം 3ഉം പരസ്പരം മാറ്റുക, 4ഉം 6ഉം പരസ്പരം മാറ്റുക ആണെങ്കിൽ തന്നിരിക്കുന്നത് ചെയ്യണം. ബോട്ട് മാസ് പോലെ ചെയ്യണം. 2ഉം 3ഉം പരസ്പരം മാറ്റുമ്പോൾ 3² എന്നാണ്. 3ക്ക് പകരം എന്ത് കൊടുക്കണം? 2. അടുത്ത 2ന് പകരം എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം. അപ്പോൾ 2³ ആയി. +4ന് പകരം എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. / സൈൻ അല്ല, ഇവിടെ നമ്പറാണ് മാറ്റിയത്. 2ന് പകരം 3 കൊടുക്കുന്നു. 3 -
3 × 6 എന്നാൽ 3ക്ക് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 6ന് പകരം 4 കൊടുക്കണം. ഇനി നമുക്ക് ചെയ്താൽ മതി അല്ലേ. 2³ എന്ന് പറയുന്നത് 8 ആണ്. 8 + 6/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/3 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി 2 × 4 എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. ഇനി 8ഉം -8ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? ഒരു 2 ഉണ്ട്. ആൻസർ 2 എന്ന് കിട്ടും. 95 ഓപ്ഷൻ ഡി 2 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 96ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണെന്ന് തോന്നാം. 132 156 അതേ റിലേഷൻ വരുന്ന അനലോഗിയിൽ 90ൻ്റെ കൂടെ ഏത് വരും അല്ലേ? 132 156 അത് നമ്മൾ ഡിഫറൻസ് ഒക്കെ എടുത്ത് നോക്കും. പക്ഷേ എങ്ങനെയാണ് വരുന്നത്? 132 എന്ന് പറഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ അല്ലേ? 12ൻ്റെ സ്ക്വയറുമായിട്ട് റിലേഷൻ ഇല്ലേ? 12ൻ്റെ സ്ക്വയറിൻ്റെ അടുത്ത് വരുന്ന നമ്പറാണ്. അതായത് 12ൻ്റെ സ്ക്വയർ അറിയാം 144. 144 നിന്ന് 12 കുറയ്ക്കുന്നു. 12 കുറച്ചാൽ എത്ര കിട്ടും നോക്കാം. 4ന്ന് 2 പോയി 2, 4ന്ന് 1 പോയി 3, 132 കിട്ടി. അപ്പോൾ 12ൻ്റെ സ്ക്വയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 12ൻ്റെ സ്ക്വയറിൽ നിന്ന് 12 കുറച്ചു. 12ൻ്റെ സ്ക്വയർ -12. അതേ റിലേഷൻ 156. 156 എങ്ങനെയായിരിക്കും വരുന്നത്? 13ൻ്റെ സ്ക്വയർ 169 ആണ്. അതിന്ന് 13 കുറയ്ക്കാം. അപ്പോൾ എന്ത് വരും? 9ന്ന് 3 പോയി 6 വരും. 6ന്ന് 1 പോയി 5, 186 കിട്ടി. അപ്പോൾ അതെങ്ങനെയാണ്? 13ൻ്റെ സ്ക്വയർ -13 ആണ്. 12ൻ്റെ സ്ക്വയർ -12, 13ൻ്റെ സ്ക്വയർ -13. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 90. 90 അപ്പോൾ എങ്ങനെയാണ് വന്നത്? 10ൻ്റെ സ്ക്വയർ -10 ആണ്. 10ൻ്റെ സ്ക്വയർ 100, 100 -10 ആണ് 90. അപ്പോൾ 10ൻ്റെ സ്ക്വയർ -10 തൊട്ടടുത്ത നമ്പർ 11ൻ്റെ സ്ക്വയർ -11 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 -11 എത്ര കിട്ടുന്നു? 110 എന്ന് കിട്ടും. ഓപ്ഷൻ എ 96 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ. അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:5 ആണ്. 6 വർഷം കഴിയുമ്പോൾ അംശബന്ധം 5:7 ആകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:5. അപ്പോൾ ഇതെന്താവുന്നു? 3x എന്നും 5x എന്നും ആവുന്നു. 2 വയസ്സുകൾ എഴുതി. ഇനി എത്ര വർഷം കഴിയുമ്പോഴാണ്? 6 വർഷം കഴിയുമ്പോൾ. അപ്പോൾ രണ്ടുപേർക്കും പ്രായം കൂടും. +6 ആകുന്നു. +6 ഇവിടെയും +6. അപ്പോൾ അംശബന്ധം എത്രയാവും? 5:7 എന്നാവും. 5:7 ആവുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 5:7. അങ്ങനെയാണെങ്കിൽ എയുടെ ഇപ്പോഴത്തെ പ്രായം അല്ലേ? 3x വേണം കണ്ടുപിടിക്കാൻ. ക്രോസ് ചെയ്യാം. 3x + 6 × 7 എന്ന് കിട്ടും. 3x + 6 × 7 = ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യണം അല്ലേ? അതെന്ത് വരുന്നു? 5x + 6 × 5 എന്ന് വരുന്നു. × 5. ഓക്കെ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 7 × 3x 21x + 6 7 42 ഇവിടെ എന്ത് വരുന്നു? 25x + 5 6 30 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഇനി എന്ത് ചെയ്യാം? എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകണം. 21x അപ്പുറത്ത് പോകുമ്പോൾ -21x ആവും. 25x -21x എന്നാവും. ഇവിടെ എന്താവും? 42 -30 എന്ന് കിട്ടും അല്ലേ? 25x എന്ന് 21x കുറച്ചാൽ 4x എന്ന് കിട്ടും. 4x = 42 -30 എത്രയാണ്? 12 എന്ന് കിട്ടി അല്ലേ? 42ന്ന് 30 കുറച്ചാൽ 12. ഇതിന് x എത്രയെന്ന് കിട്ടും? 12/4 3 എന്ന് കിട്ടി. x 3 എന്ന് കിട്ടി അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയുടെ ഇപ്പോഴത്തെ പ്രായം അതെന്താണ്? 3x ആണ്. 3 × xന് പകരം 3. 3 × 3 9 എന്ന് കിട്ടും. 9 97 ഓപ്ഷൻ ബി 9. എയുടെ ഇപ്പോഴത്തെ വയസ്സ് 9 എന്ന് കിട്ടി. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു നിരയിൽ പി ഇടത്ത് നിന്ന് 23ാമതാണ്. പി ഉണ്ട്. പി ഇടത് നിന്ന് എത്ര? 23ാമത്. ക്യൂ വലത്ത് നിന്ന് 18ാമത്. ക്യൂ ഉണ്ട്. അത് വലത്ത് നിന്ന് 18ാമതാണ് ക്യൂ ഇരിക്കുന്നത്. അവർ പരസ്പരം സ്ഥാനം മാറ്റിയപ്പോൾ പി ഇടത്ത് നിന്ന് 32ആയി. ഇപ്പോൾ പി എവിടെയാവും? ക്യൂവിൻ്റെ പൊസിഷനിലാവും. പിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് 32. അപ്പോൾ ഇടത്ത് നിന്ന് എണ്ണയാണ്. അപ്പോൾ എവിടെ വരുന്നു? 32ാമതാണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? പി നിൽക്കുന്നത്. പി ഉണ്ട്. ക്യൂ ഇവിടെ കാണും. ക്യൂ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ നിരയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ ഇതുവരെ ആയപ്പോൾ എത്രയായി? 32 പേരായി. നമുക്കറിയാം വലത്ത് നിന്ന് 18ാമതായിരുന്നു ക്യൂ ആദ്യം നിന്നത്. അപ്പോൾ ക്യൂ കഴിഞ്ഞിട്ട് ബാക്കി എത്ര പേര് കാണും? ഇവിടെ 17 പേര് കാണും അല്ലേ? ക്യൂ നിന്ന പൊസിഷനിൽ ഇപ്പോൾ ആരാ നിൽക്കുന്നത്? പി ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെ 32 പേരുണ്ട്. 32ഉം ബാക്കിയുള്ള ഈ 17 കൂടെ കൂട്ടിയാൽ പോരെ? 17 കൂടെ കൂട്ടി. 7 2 9 3 1 4 49 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 98 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ. ക്രമീകരിക്കുക. താഴെ തന്നിരിക്കുന്ന
നൽകിയിരിക്കുന്ന ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കാം. രോഗമുക്തി, ചികിത്സ, രോഗം, പരിശോധന, ഡോക്ടർ. അത് കാണുമ്പോഴേ അറിയാം. ആദ്യം രോഗം വരണം. രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗം വന്നാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ എന്ത് ചെയ്യുന്നു? പരിശോധിച്ചിട്ട് ചികിത്സിക്കുമ്പോൾ രോഗമുക്തി കിട്ടും അല്ലേ? അപ്പോൾ ആദ്യം രോഗം എന്ന് പറയുമ്പോൾ 3. ആദ്യം 3. പിന്നെ രോഗം വന്നു, ഡോക്ടറെ അടുത്ത് പോയി, അടുത്ത 5. അപ്പോൾ 2 ഓപ്ഷൻ, സിയും ഡിയും 3ഉം 5ഉം വരുന്നതാണ്. അടുത്തത് രോഗം, അടുത്ത് പരിശോധിച്ചു, 4ാമത് വരുന്നത് ഇതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 4, 2 എന്ന് പറയുന്നത് ചികിത്സിച്ചു, പിന്നെ രോഗമുക്തി കിട്ടി 1. അപ്പോൾ ആൻസർ എന്താണ്? 99 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ട് 784 നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു. എന്താണ് റൂട്ട് 784 എന്ന് പറയുന്നത്? 28 ആണ്. 28 എന്ന് കിട്ടി. ഇൻറ്റു 4ൻ്റെ ക്യൂബ്. 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64. അതെങ്ങനെ കിട്ടി? 4ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്തു. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 16ൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്യുമ്പോൾ 64 കിട്ടും. അതെഴുതി. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8. ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യാം. 7ഉം 28ഉം ക്യാൻസൽ ചെയ്യാം. 7 4 28, 4 എന്ന് കിട്ടി. ഇനി 8ഉം 64ഉം ക്യാൻസൽ ചെയ്യാം. എന്ത് വരുന്നു? ഇവിടെ 8 എന്ന് കിട്ടുന്നു. 8 64. ബാക്കി 4 ഇൻറ്റു 8 4 32. 100 ഓപ്ഷൻ ബി എന്ന് കിട്ടും. 32. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ മാത്സ് കുറച്ച് ടഫായിരുന്നു. പക്ഷേ എന്നാൽ നമുക്ക് നോക്കിയാൽ ചെയ്യാൻ പറ്റും. അനലോഗിയുടെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ആലോചിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യനൊക്കെ പുതിയൊരു ടൈപ്പാണെന്ന് പറയുമ്പോൾ ഇതുവരെ നമ്മൾ സൈനാണ് മാറ്റി പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്പേഴ്സ് മാറ്റി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഒത്തിരി റിപ്പീറ്റഡ് അല്ല. നമ്പേഴ്സ് മാറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ് എക്സ് കണ്ടുപിടിക്കാൻ, കാൽക്കുലേഷനൊക്കെ നോക്കുക. ഭാജ്യസംഖ്യകളെ പറ്റി നല്ലോണം അറിഞ്ഞിരിക്കണം, എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ ഈ ശ്രേണിയുടെ ക്വസ്റ്റ്യൻ, സീരീസിൻ്റെ ക്വസ്റ്റ്യനിൽ 21ാമത്തെ പദം കണ്ടുപിടിക്കാൻ. അപ്പോൾ സാധാരണ നമുക്ക് തൊട്ട് അടുത്ത പദമൊക്കെയാണ് ചോദിക്കുന്നത്. 21 എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? നമുക്കറിയാവുന്ന രീതിയിലൊന്ന് എഴുതി നോക്കാം. പിന്നെ ശരാശരിയുടെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിൽ ഈ വിൽക്രമം മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അത് മറക്കരുത്. ആൻസർ കണ്ടുപിടിച്ച് 1/3 നീട്ടിയാൽ അപ്പോഴേ ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ വിൽക്രമം കണ്ടുപിടിക്കാം. പിന്നെ ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കാണുന്നതാണ്. 392നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗ്ഗം കിട്ടും? അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി, ഓപ്ഷൻ വെച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ആ ഇക്വേഷൻ ഇത് പഠിച്ചു വെച്ചിരിക്കുക. 2 ഇടത്ത് ആ ഇക്വേഷൻ വെച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. a + b × a - b എന്ന് പറയുന്നത് a² - b² ആണ്. പിന്നെ റൂട്ട് വരുന്നത്, അത് ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ള അറിവ് വേണം, അപ്പോൾ കിട്ടും. അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ, ലാഭവും നഷ്ടവും വെച്ച് ചെയ്യുന്നത്. പിന്നെ LCMൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. ഇത് കണ്ടാൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, 81ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ വലിയ ക്വസ്റ്റ്യൻ തോന്നും, പക്ഷെ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻസൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ? താങ്ക്സ് ഫോർ വാച്ചിങ്.